ഞാൻ ബേക്കിംഗ് തുടക്കക്കാരുടെ ബേക്കിംഗ് സംശയങ്ങളും അതിനുള്ള ആൻസേഴ്സ് എന്നും പറഞ്ഞ് പാർട്ട് 1 ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിന് സൗണ്ട് കുറവാണെന്ന് കുറേ പേരെൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ സത്യത്തിൽ സൗണ്ടിലാണ് അത് റെക്കോർഡ് ചെയ്തത്, പക്ഷെ എഡിറ്റ് ചെയ്തപ്പോൾ സൗണ്ട് ഒന്ന് കുറഞ്ഞു പോയി. അതാണ് ഉണ്ടായത്. എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണു. ഞാൻ ചെറുതായിട്ട് അതിൽ പറഞ്ഞത് എന്താന്ന് കുറച്ചൊന്ന് ചുരുക്കി പറയാം. ബേക്കിംഗ് സോഡ യൂസ് ചെയ്യേണ്ടടുത്ത് ബേക്കിംഗ് പൗഡർ യൂസ് ചെയ്യാൻ പറ്റില്ല, ബേക്കിംഗ് സോഡ തന്നെ യൂസ് ചെയ്യണം. പിന്നെ സോൾട്ടഡ് ബട്ടറും അൺസോൾട്ടഡ് ബട്ടറും അത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ സോൾട്ടഡ് ആവാതെ അൺസോൾട്ടഡ് ആണ് കിട്ടുന്നതെങ്കിൽ അൺസോൾട്ടഡ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ബട്ടറിന്റെ സ്ഥാനത്ത് ഗീ റീപ്ലേസ് ചെയ്യാൻ പറ്റുമെന്ന് കുറെ പേര് ചോദിക്കാറുണ്ട്. അങ്ങനെ ഗീ ചെയ്യണ്ട, അതിന്റെ ടേസ്റ്റ് ഭയങ്കര വ്യത്യാസമുണ്ട്. പിന്നെ അതുപോലെ തന്നെ മാർജറിൻ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കും. മാർജറിൻ യൂസ് ചെയ്യാൻ കുഴപ്പമില്ല, പക്ഷെ അത് ഹെൽത്തിന് അത്ര നല്ലതല്ലാത്തത് കൊണ്ടാണ് അത് വേണ്ട എന്ന് പറയുന്നത്. പകരം നിങ്ങൾക്ക് ഓയിൽ യൂസ് ചെയ്യാം, സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാം, കുഴപ്പമില്ല. ഒരിക്കലും കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യരുത്. പിന്നെ ചോക്ലേറ്റ് ഇപ്പൊ ഗനാഷൊക്കെ ഉണ്ടാക്കുമ്പോൾ കോമ്പൗണ്ട് ചോക്ലേറ്റ് തന്നെ യൂസ് ചെയ്യണം. ഡ്രിങ്കിങ് ചോക്ലേറ്റും പിന്നെ ഈ 5 സ്റ്റാർ ഡയറി മിൽക്ക് അങ്ങനെയുള്ള ചോക്ലേറ്റും കൊണ്ട് ഇട്ടിട്ട് ചെയ്യരുത്. കോമ്പൗണ്ട് ചോക്ലേറ്റ് തന്നെ യൂസ് ചെയ്യണം. പിന്നെന്താ ബ്രൗൺ ഷുഗർ ഇടേണ്ടടുത്ത് ബ്രൗൺ ഷുഗർ തന്നെ ഇടണം, വൈറ്റ് ഷുഗർ ഇടരുത്. ഇതാണ് കഴിഞ്ഞ ഒരു. പിന്നെ മൈദ യൂസ് ചെയ്യുന്ന കേക്ക് നമുക്ക് ഗോതമ്പാക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും മാറ്റാൻ പറ്റുമെന്ന് കുറെ പേര് ചോദിച്ചിരുന്നു. അപ്പോൾ മൈദ നമ്മൾ 1 കപ്പാണ് എടുക്കുന്നത് എങ്കിൽ 1 കപ്പ് ഗോതമ്പും പ്ലസ് അതിന്റെ കൂടെ 1/2 കപ്പ് കോൺഫ്ലോറും കൂടി ആഡ് ചെയ്താൽ കുറച്ച് സോഫ്റ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. കുറച്ച് സോഫ്റ്റ് കിട്ടും. ഇതാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത്. സൗണ്ട് കുറഞ്ഞതുകൊണ്ട് കുറെ പേർ കേട്ടില്ല എന്ന് പറഞ്ഞു. ഇനി ഇന്നത്തെ ടോപ്പിക്ക്, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഷുഗറാണ്. കുറെ ടൈപ്സ് ഷുഗർ ഉണ്ട്. കുറെ പേരായി എൻ്റെ അടുത്ത് ചോദിക്കുന്നു ഐസിങ് ഷുഗറും പൗഡർഡ് ഷുഗറും ഒന്നാണ്, അതിൽ കോൺഫ്ലോർ ഇട്ടാൽ അത് ഐസിങ് ഷുഗർ ആകുമോ, പിന്നെ ബ്രൗൺ ഷുഗറിന് കളർ എങ്ങനെയാണ് വരുന്നത്, അങ്ങനെ കുറെ ഡൗട്ട്സ് ചോദിച്ചു. അപ്പൊ ഇന്ന് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഷുഗറും അതിന്റെ യൂസും അതിന്റെ എന്താണ് തമ്മിലുള്ള വ്യത്യാസവും അതാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പൊ നമുക്കറിയാം ഗ്രാനുലേറ്റഡ് ഷുഗർ, അതായത് നമ്മുടെ വീട്ടില് സാധാരണ ചായക്ക് യൂസ് ചെയ്യുന്ന പഞ്ചസാര, അത് നോർമൽ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന പഞ്ചസാര. അതിന്റെ ക്രിസ്റ്റൽസിൽ കുറച്ച് വ്യത്യാസം വരും, വലുതുണ്ടാകും ചെറുതുണ്ടാകും, അങ്ങനെ ക്രിസ്റ്റൽസിൽ വ്യത്യാസം വരും. അതുപോലെ ആ ക്രിസ്റ്റൽസിലുള്ള വ്യത്യാസം കൊണ്ട് തന്നെ ഷുഗറിന്റെ ആ മധുരത്തിനും വ്യത്യാസം വരും. പിന്നെ വൈറ്റ് കളറാണ്, അതാണ് ഗ്രാനുലേറ്റഡ് ഷുഗർ. പിന്നെ പൗഡർഡ് ഷുഗർ എന്ന് പറയുന്നത് നമ്മൾ ഗ്രാനുലേറ്റഡ് ഷുഗർ തന്നെ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചു കഴിഞ്ഞാൽ പൗഡർഡ് ഷുഗർ ആവും. 1 കപ്പ് പൗഡർഡ് ഷുഗർ എന്ന് പറയുമ്പോൾ നമ്മൾ 1 കപ്പ് ഗ്രാനുലേറ്റഡ് ഷുഗർ പൊടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ്, അങ്ങനെ ചിലവർ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. 1 കപ്പ് പൗഡർഡ് ഷുഗർ ആണ് ആവശ്യം നമ്മുടെ റെസിപ്പിക്ക്. നേരെ കൊണ്ടുപോയി 1 കപ്പ് ഗ്രാനുലേറ്റഡ് ഷുഗർ പൊടിച്ച് അങ്ങോട്ട് ഇടും. അപ്പോൾ ആവില്ല. 1 കപ്പ് ഗ്രാനുലേറ്റഡ് ഷുഗർ പൊടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 1.25 കപ്പ് പൗഡർഡ് ഷുഗർ ആയിരിക്കും. അതിലൊരു വ്യത്യാസം വരും. അപ്പൊ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കണം. പൊടിച്ചതിന് ശേഷം മെഷർമെന്റ് എടുക്കാൻ ശ്രദ്ധിക്കാം. പിന്നെ ഉള്ളത് പൗഡർഡ് ഷുഗർ, നമുക്ക് ഈ പറഞ്ഞ പോലെ ഗ്രാനുലേറ്റഡ് ഷുഗർ, അതായത് നമ്മുടെ വീട്ടിൽ ചായക്ക് കുടിക്കുന്ന ആ പഞ്ചസാര വെറുതെ മിക്സിയിലിട്ട് പൊടിച്ചാൽ പൗഡർഡ് ഷുഗർ കിട്ടും. അതിനുവേണ്ടി ആരും പാക്കറ്റായിട്ട് കിട്ടുന്ന പൗഡർഡ് ഷുഗർ വാങ്ങിക്കേണ്ട ആവശ്യമില്ല. പാക്കറ്റിലും വരുന്നുണ്ട്, അതിന് റേറ്റ് ഇത്തിരി കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ സാധാരണ നോർമൽ വീട്ടിൽ പൊടിച്ചാൽ മതിയാവും. പിന്നെ ഉള്ളത് കാസ്റ്റർ ഷുഗർ ആണ്. കാസ്റ്റർ ഷുഗർ എന്ന് പറയുന്ന സെയിം ഗ്രാനുലേറ്റഡ് ഷുഗർ തന്നെയാണ്. നന്നായി ഫൈനായി പൊടി, നല്ലോണം ചെറിയ ചെറിയ ക്രിസ്റ്റൽസ് ആയിരിക്കും അതിനുണ്ടാകുക. അത് നമ്മൾ ബട്ടറും ഷുഗറും കൂടി മിക്സ് ചെയ്ത് ക്രീമി ആക്കാൻ വേണ്ടിയിട്ട് ബട്ടറും ഷുഗറും കൂടി ബീറ്റ് ചെയ്യാൻ പറയും. അപ്പൊ അങ്ങനെയുള്ള റെസിപ്പികളിൽ ബട്ടറിന്റെ കൂടെ നമ്മൾ ചെയ്യുന്ന ആ ഷുഗർ കാസ്റ്റർ ഷുഗർ ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പൊ പെട്ടെന്ന് അത് അലിഞ്ഞ് വേഗം ബീറ്റായി കിട്ടിക്കോളും. അതാണ് കാസ്റ്റർ ഷുഗർ. പിന്നെ ഉള്ളത് ബ്രൗൺ ഷുഗർ ആണ്. ലൈറ്റും ഉണ്ട് ഡാർക്കും ഉണ്ട്.
കുറെ പേര് ചോദിക്കും വീട്ടിലുണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിക്കാറുണ്ട്. വീട്ടിലുണ്ടാക്കാൻ കുഴപ്പമില്ല. നമ്മളുടെ ശർക്കരപ്പാനി ഉപയോഗിച്ചിട്ട് ഗ്രാനുലേറ്റഡ് ഷുഗറിൽ ശർക്കരപ്പാനി വെച്ച് ചെയ്യുന്നതാണ് ബ്രൗൺ ഷുഗർ. പക്ഷെ അത് എത്രത്തോളം നമ്മുടെ വീട്ടിലുണ്ടാക്കിയാൽ ശരിയാവുമെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. സാധാരണ ഇപ്പം നോർമൽ എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് വാങ്ങിച്ച് യൂസ് ചെയ്യായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ നേരത്തെ വീഡിയോയിൽ പറഞ്ഞത് ഇവിടെ ഒന്നുകൂടി പറയാണ്. നമ്മൾ വൈറ്റ് ഷുഗർ, ബ്രൗൺ ഷുഗറിന് പകരം വൈറ്റ് ഷുഗർ യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ട്. ബട്ടർ സ്കോച്ച് പോലുള്ള കേക്കുകളിൽ ബ്രൗൺ ഷുഗർ തന്നെ യൂസ് ചെയ്യണം. എന്നാലാണ് ആ സോസിന്റെ ആ ടേസ്റ്റ് വരുള്ളൂ. വൈറ്റ് ഷുഗർ ഇട്ടാൽ ആ ടേസ്റ്റ് വരില്ല, കളർ വരില്ല. അതുപോലെ പ്ലം കേക്കിലൊക്കെ നമ്മൾ ഡാർക്ക് ഷുഗർ തന്നെ യൂസ് ചെയ്യണം. അല്ലെങ്കിൽ ആ കളർ, ആ ഒരു പ്ലം കേക്കിന്റെ ടെക്സ്ചറിൽ വ്യത്യാസം വരും. ബാക്കി എല്ലാ റെസിപ്പികളിലും വൈറ്റ് ഷുഗർ നമുക്ക് യൂസ് ചെയ്യാം, കുഴപ്പമില്ല. പിന്നെ ഉള്ളത് ഡീമറാറ ഷുഗർ നമുക്ക് വളരെ അവൈലബിൾ ആണ്. നമ്മൾ സാധാരണ ഷോപ്പുകളിൽ പോയിട്ട് ബ്രൗൺ ഷുഗർ എന്ന് ചോദിച്ചാൽ ആദ്യം എടുത്തു തരാ ഡീമറാറ ഷുഗറാണ്. കളറും ഓക്കെയാണ്, നമ്മൾ അത് വാങ്ങിപ്പോരും. വ്യത്യാസമില്ല. അത് അതിന്റെ ക്രിസ്റ്റൽസ് വലുതായിരിക്കും, വളരെ വലുതായിരിക്കും. കളറും കുറച്ച് കുറവായിരിക്കും. എന്നാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ചില കുക്കീസിന്റെ ഒക്കെ പുറത്ത് ക്രഞ്ചി പോലെ ഇരിക്കുന്ന ഷുഗർ, അത് നമുക്ക് ഡീമറാറ ഷുഗർ യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് ഐസിങ് ഷുഗർ ഉണ്ട്. ഐസിങ് ഷുഗർ എന്ന് പറഞ്ഞത് പൗഡേർഡ് ഷുഗർ, നമ്മൾ വീട്ടിൽ പൊടിക്കുന്ന ആ പൗഡേർഡ് ഷുഗറിന്റെ കൂടെ 3% കോൺസ്റ്റാർച്ചും കൂടി അതിൽ ചേരുമ്പോഴാണ് ഐസിങ് ഷുഗർ. അതും വീട്ടിലുണ്ടാക്കുന്നതിനും നല്ലത് പാക്കറ്റായിട്ട് വാങ്ങിക്കുന്നത് തന്നെയാണ്. വീട്ടിലുണ്ടാക്കി എത്രത്തോളം സക്സസ് ആവുമെന്ന് എനിക്ക് ഉറപ്പില്ല. പിന്നെ കുറെ പേര് ചോദിക്കും, പഞ്ചസാര ഇല്ലാത്തതുകൊണ്ട് ഐസിങ് ഷുഗർ ഇട്ട് കേക്ക് ഉണ്ടാക്കട്ടെ എന്ന്. ഒരിക്കലും നിങ്ങൾ കുക്ക് ചെയ്യണ ഐറ്റംസുകളിലൊന്നും ഐസിങ് ഷുഗർ പഞ്ചസാരയ്ക്ക് പകരം യൂസ് ചെയ്യരുത്. കാരണം ആ കോൺസ്റ്റാർച്ചിന്റെ നമുക്കതിന്റെ ടേസ്റ്റ് വേറെ അറിയാൻ പറ്റും. അതുകൊണ്ട് അത് യൂസ് ചെയ്യരുത്. പിന്നെ കുറെ പേൾ ഷുഗർ, സൂപ്പർ ഫൈൻ ഷുഗർ, അങ്ങനെ കുറെ ഷുഗേഴ്സ് ഉണ്ട്. നമുക്ക് ഇത്രയും ഷുഗറുകളാണ് നമുക്ക് ആവശ്യമുള്ളൂ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുക. അപ്പൊ അതിന്റെ മറുപടി തരാം. പിന്നെ എല്ലാവരും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് എല്ലാ വീഡിയോയുടെയും ലാസ്റ്റ് പറയുന്നത് കൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ മാത്രം നിങ്ങൾ ഷെയർ ചെയ്യുക. നമുക്ക് യൂസ് ആവാത്ത ഒരു ഇൻഫോർമേഷൻ വേറെ ആൾക്കാർക്ക് കൊടുത്തിട്ട് അവരുടെ ടൈം കളഞ്ഞതുകൊണ്ടും കാര്യമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് യൂസ് ആയി എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ഷെയർ ചെയ്യാം. അപ്പോൾ ഓക്കെ, താങ്ക് യു. ഞാൻ ബേക്കിംഗ് തുടക്കക്കാരുടെ